സിനിമാ വാർത്തകൾ പറയുകയാണെ ചേട്ടന്റെ വീഡിയോസ് കാണുമ്പോൾ നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. അതെ, ഇത് നിർത്താതെ 100 എപ്പിസോഡ് ചെയ്യണേന്ന് യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 14 നമുക്ക് റിയാക്ട് ചെയ്താലോ? മഹാവിസ്ഫോടനത്തിന്റെ മുഴക്കം ശമിക്കുന്നതിനോടൊപ്പം പുകപടലങ്ങൾ അകന്നു മാറി. ലാലേട്ടൻ ഇന്നലെ ഓപ്പൻഹൈമർ സിനിമ കണ്ടുവെന്ന് തോന്നുന്നു. നിങ്ങൾ ഭയങ്കര പക്ഷാഭേദം ആണെന്നാണല്ലോ ആളുകൾ പറയുന്നത്. ലാലേട്ടനെങ്കിലും അത് ചോദിക്കാൻ തോന്നിയില്ലോ. ഒരു മത്സരാർത്ഥിക്ക് മാത്രം വീട്ടുകാരുമായി സംസാരിക്കാനുള്ള അവസരം കൊടുത്തെന്നും ചോദിക്കില്ല ലാലേട്ടാ, ചോദിക്കി. അലാവുദ്ദീന്റെ അത്ഭുതം ഭൂതം വന്ന ശ്രീ മോഹൻലാൽ, ഓ ബിഗ് ബോസ് ചിരിച്ചതായിരുന്ന ഇതൊരു TV ഷോ മാത്രമാണ്. പുതിയ അറിവന്നെ. ഇവരെല്ലാം പച്ചയായ മനുഷ്യരാണ്. ഓ പിതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീർത്തും സ്വകാര്യമായ ഒരു സംഭാഷണമാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ മത്സരത്തെയോ മറ്റുള്ള മത്സരാർത്ഥികളെയോ ബാധിക്കുന്ന ഒന്നല്ല. മത്സരത്തെ ബാധിച്ചില്ല, മത്സരത്തെ ബാധിച്ചു. കണ്ടന്റ് പറഞ്ഞു. മത്സരത്തിനും മേലെയാണ് മനുഷ്യത്വം. വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. ജാസ്മിന്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ആ ഭാഗങ്ങൾ സംപ്രേക്ഷണം ചെയ്യാതിരുന്നത് വ്യക്തിപരമായിരുന്നു. അവര് പറഞ്ഞുകൊണ്ട് സംപ്രേഷണം ചെയ്തില്ല. മനസ്സിലാക്കാം, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക് ആക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, കുഴപ്പമില്ല, നമുക്കത് വിടാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇതല്ലേ ജാസ്മിന്റെ ഫാദർ? എനിക്ക് സുഖമില്ലെന്ന് മാത്രമേ പറഞ്ഞേക്കുന്നത്. അല്ല, അപ്പൊ കോള് വിളിച്ച കാര്യങ്ങൾ പബ്ലിക് ആക്കാൻ ആൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂല് വന്നിരുന്നു. അത് തന്നെ എന്തിനാ പറയണേ? അപ്പൊ പെട്ടെന്നൊരു വല്ലാരിക വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നു, ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞത് നമ്മളാ. ജാസ്മിൻ എനിക്ക് സുഖമില്ലാതെ എന്റെ മാളെ വിളിച്ചാൽ എല്ലാവർക്കും വലിയ പ്രശ്നമായി. കോളിൽ എന്താ പറഞ്ഞതെന്നൊക്കെ ആള് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കോൾ എന്താ ഷോയിൽ കാണിച്ചാ? ഇത് ഞാൻ നെഗറ്റീവ് എന്ന് പറയാൻ എന്റെ മോളാണെങ്കിലും ഞാൻ പറയും. എല്ലാവർക്കും മാനസികമായിട്ട് തകർച്ച ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നത് പുള്ളി പറയുന്നതൊക്കെ സത്യമാണ്. കാരണം ജാസ്മിൻ ഷോയിൽ കാണിക്കുന്നത് കണ്ടിട്ട് ആള് തന്നെ പറയുന്നുണ്ട് നെഗറ്റീവ് വന്നപ്പോ വിഷമമായിരുന്നു. അപ്പൊ എങ്ങനെ പോയാലും ഒരു അച്ഛൻ എന്ന നിലയിൽ പുള്ളിക്ക് ഒരു നെഞ്ചുവേദന വരാം ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ ആറ്റിറ്റ്യൂഡ് അല്ല ജനങ്ങൾക്ക്, അതെന്റെ മകൾക്ക് തിരിച്ചറിഞ്ഞാൽ നല്ലത്. എന്തായാലും എനിക്ക് എല്ലാം മനസ്സിലായി. അത്രേ ഉള്ളൂ. നിങ്ങക്ക് മനസ്സിലായില്ലോ? നമുക്ക് ബാക്കി കാണാം. ഇത് KGF-ലെ BGM അല്ലേ? പവർ പവർ പവർ. BGM മാത്രമല്ല, ഡയലോഗ് ഉണ്ടല്ലോ. ആദ്യത്തെ 2 ആഴ്ച അടക്കി ഭരിച്ച പവർ ടീമിന് അടക്കിയല്ല, അടക്കിയ പറ്റിച്ച അടക്ക. തോൽവികൾ സംഭവിച്ചോ? നമുക്ക് പവർ ടീമിനെ ഒന്ന് റാങ്ക് ചെയ്ത് നോക്കാം. റോക്കി, പവർ ടീമിനെ പറ്റിയിട്ട് ലാലേട്ടൻ റോക്കിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. റോക്കി എന്താ പറയണേ നോക്കാം. ബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു 10 ടൈപ്പ് ബുദ്ധി പറയാം. റോക്കി എന്തോ ബുദ്ധിനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്, കേൾക്കാം. ബുദ്ധി, കുബുദ്ധി, വക്രബുദ്ധി, കൂർമ്മബുദ്ധി, ചാണക്യ ബുദ്ധി, പെൺബുദ്ധി, മുൻബുദ്ധി, കുരുട്ട് ബുദ്ധി. ഇത്ര പേർക്ക് ബുദ്ധി ഉണ്ടാ? 10 അല്ല, ഇതിപ്പോ 9 എണ്ണമായി. ആ ലാസ്റ്റത്തെ ബുദ്ധി എന്താണ്? അതാണ് എനിക്ക് അറിയണ്ടേ. അതാണ് റോക്കി. അത് അതിബുദ്ധി. അതിബുദ്ധി അതിബുദ്ധി. റോക്കി അതല്ല ലാലേട്ടാ, അതിബുദ്ധി. ഓക്കെ, അപ്പം ഇവര് ഭയങ്കര ബുദ്ധിപൂർവ്വം കൂടിയിട്ടല്ല ഇവിടെ പ്രവർത്തിച്ചത്. ഇരിക്കാം. അങ്ങനെ ലാലേട്ടൻ റോക്കിനെ പിടിച്ചു നോക്കി. അല്ല റോക്കി, ഇതെന്തുട്ടാണ് വലയാ? കഴുത്തിൽ എന്നിട്ട് ഡയമണ്ട് നെസ്ക്ലേറ്റാ. ചിലർ കുറച്ച് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സംശയമുണ്ടോ? ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. 2 പേര് ഓരോ അഭിപ്രായം പറയും. അപ്പൊ അവിടെ അക്സെപ്റ്റൻസ് കുറച്ച് കമ്മിയായി പോലെ ഉണ്ട്. എന്താണ് ഇട്ടിരിക്കുന്നത്? ഇത് ലാലേട്ടൻ സുരേഷ് എന്നോട് എന്താ പറയുന്നുണ്ടാ? ഈ ഡ്രസ് ഞാൻ എവിടെയോ അവര് നല്ല ഗുണമുണ്ടായിരുന്നു. പവർ ടീം ഒരാളെങ്കിലും ഞങ്ങളെ പറ്റി നല്ലത് പറഞ്ഞല്ല. കുറെ മെറ്റീരിയൽ തന്നു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി. ലാലേട്ടൻ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യാൻ അവർ സഹായിച്ചു. എന്താണ് ചെയ്തത്? പവർ എങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അവര് പഠിപ്പിച്ചു തരുന്നുണ്ട്. പവർ ടീം ചിലപ്പോ യൂസൈൻ ബോൾട്ടിനെ കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് ഓടിപ്പും പുറത്ത്, വേറെ ഓടിപ്പും പുറത്ത്. അത് ഡിസ്കഷൻ എക്സ്പ്രഷൻ കാണാൻ കൊള്ളാൻ എക്സ്പ്രഷൻ ആയിരുന്നു. സന്തോഷമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. നന്ദി. പവർ ടീം നന്ദിയുണ്ട്, എല്ലാവരോടും നല്ല നന്ദിയുണ്ട്. ജിൻഡോ, ഞാൻ ഇവര് ചർച്ച ചെയ്യുമ്പോ എന്റെ റൂം തൊട്ടടുത്താണ്. നമ്മുടെ ചിന്തോ ചേട്ടൻ എന്താ പറയുന്നുണ്ട്? റൂം എനിക്ക് എല്ലാവരും ഇത് കേൾക്കാം. അത് ശരി, എനിക്ക് എല്ലാം കേൾക്കാം. ഇയാൾക്ക് ബുദ്ധി അവിടെ ഇരുന്ന് ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക്
എനിക്ക് അറിയാം ഞാൻ കണ്ട് ആണോ? ഓ അത് കേൾക്കുന്ന കാര്യം എങ്ങനെ കണ്ടു? മുടി ഇങ്ങനെ നടക്കണ്ടേ ആ ലാലേട്ടൻ എല്ലാം മനസ്സിലായ പോലെ നിക്കാം. കാണിച്ചു കൊടുത്തു. അയ്യോ നമ്മള് യൂസ് ചെയ്തോ? ഇല്ല ലാലേട്ടാ പവർ നല്ലോണം യൂസ് ചെയ്തിട്ടില്ല. ജാസ്മിന് ഇതിന്റെ കഴുത്തിൽ പുലിത്തോല. ഓ മാലയായിരുന്ന. എനിക്ക് മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ അകത്ത് കയറിയപ്പോ എനിക്ക് മനസ്സിലായത് നടക്കാൻ പോകുന്നില്ല എന്ന്. എന്തുവായിരുന്നു ആഗ്രഹം? അതാവില്ല. മനസ്സിലാക്കുമ്പോ അത് മനസ്സിലാക്കുന്ന 1-2 പേരെ കാണത്തുള്ളൂ. അതാരാണ് അവർ രണ്ടുപേര്? ഒരാളുടെ പേര് എനിക്കറിയാം, രണ്ടാമത്തെ പേര് അറിയാത്തെ. മനസ്സിലാക്കുന്ന 1-2 പേര് ആരൊക്കെയായിരുന്നു? ജാസ്മിൻ പറയുണ്ടായിരുന്നു. ഗബ്രി ചേച്ചി ചേച്ചിയാ? അല്ല ഗബ്രിയും ചേച്ചിയും. ഇത് ഞങ്ങൾ രണ്ടഭിപ്രായമാണെങ്കിലും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാറുണ്ട്. ഗബ്രി പിന്നെ കേൾക്കൂലോ. ഇല്ല ഇപ്പം എന്റെ കാര്യം കൂടെ ചേർത്ത് ലാലേട്ടൻ ഗബ്രിനോട് ചോദിക്കും, ലാലേട്ടാ ഗബ്രി ഗബ്രി പറ. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു സാധനം ഒരിക്കലും പുറത്തേക്ക് പോകരുതെന്ന് ഗബ്രി ഇവരെല്ലാരും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പോയി പറയില്ല ലാലേട്ടാ, നീ പറയാറില്ലേ? ഗബ്രി പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് ഞാനാ ലാലേട്ടൻ എല്ലാം കണ്ടിട്ടുണ്ടാവും. പറയണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. എന്റെ അറിവിൽ എനിക്ക് ഓർമ്മയില്ലല്ലോ ലാലേട്ടാ, സത്യം. ഗബ്രി എല്ലാ കാര്യത്തും പറഞ്ഞിട്ടില്ല. സത്യം എന്റെ ഓർമ്മയിലില്ല സർ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഞങ്ങളുടെ ഓർമ്മയിലോ അറിയില്ല. ശ്രീരേഖ ചേച്ചി ഇതേ കുറെ ദിവസത്തിന് ശേഷം നല്ലൊരു കാര്യം പറയുന്നു. പറ ചേച്ചി. പിന്നീട് അവര് വിചാരിച്ച രീതിയിൽ കയറുകയും ചെയ്തപ്പോ പിന്നെ എനിക്ക് കിട്ടിയ പവർ കൊണ്ട് ഉപയോഗമില്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. ജാസ്മിൻ ആൻഡ് ഗബ്രി നമ്മളെയാണ് മിണ്ടാണ്ടിരിക്കുക. സർ താങ്ക് യു. അടുത്തത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ആഹ്വാനം കൊടുത്ത ആൾ ആരാണെന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പോ സമരത്തിന് ആഹ്വാനം കൊടുത്ത ആള് ഇവൻ കോയ ഞാൻ കോയ രണ്ടു കോയേ ഞാനാണ് സർ. അപ്പൊ റോക്കി പറയുന്നു റോക്കിയാണ് ആഹ്വാനം കൊടുത്തതെന്ന്, സിജോ പറയുന്നു ഞാനാണ് ആഹ്വാനം കൊടുത്തതെന്ന്. നിങ്ങൾ രണ്ടുപേരിൽ ആരാണെന്ന് ആദ്യം തീരുമാനിക്കുക. റോക്കി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ തന്നെ താരം. കീ റോക്കി എടുത്തോന്ന് ചോദിച്ചു. അയ്യോ ലാസ്റ്റ് ശ്രീരേഖ ചേച്ചിനോട് ചോദിച്ചു ആരെ തന്നേന്ന് ഞാൻ അതും എല്ലാം മറന്നുപോയാ. ഓർമ്മശക്തി കുറയും, പ്രായമായവരെയല്ലേ. എനിക്ക് ഇത്തിരി ഓർമ്മ കുറവുണ്ട് ലാലേട്ടാ മൊത്തത്തില്. വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. താക്കോലുകൾ സൂക്ഷിക്കുക, താക്കോലുകൾ കളയാതിരിക്കുക. നമ്മുടെ ജാൻമണിക്ക് എന്താ പറയാനുണ്ട്? കേക്കില്ല ലാലേട്ടാ. എന്താണ് ജാൻമണി പറഞ്ഞോളൂ. എന്റെ കയ്യിലുണ്ടോ? തക്കാളിയാ ലാലേട്ടൻ? എന്താ മോളെ എന്താ പറഞ്ഞേ? ഇപ്പൊ താക്കോൽ ആരുടെ കയ്യിലുണ്ട്? എന്റെ കയ്യിലുണ്ടോ? എവിടെ? അവിടെ വെച്ച് ഒരിക്കലും പോവില്ല. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് ഒരു ചെറിയ ബ്രേക്ക്, ഞാൻ പോരാ. ലാലേട്ടൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ പോയ ഗ്യാപ്പിൽ റോക്കി സിജോനോട് ഞാനാണ് സമരത്തിന് ആഹ്വാനം ചെയ്ത സിജോ, ഞാനാണ് ആഹ്വാനം ചെയ്ത റോക്കി, ഞാനാണ് ആഹ്വാനം ചെയ്ത നീ എടുത്തോ ക്രെഡിറ്റ്, എനിക്ക് വേണോടെ ക്രെഡിറ്റ്, ഞാനാണ് ആഹ്വാനം ചെയ്ത. ഓ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ക്വിറ്റ് ഇന്ത്യ സമരമാണോ? ടോവിനോന്റെ സൗണ്ട് അല്ലത്. ജാസ്മിന്റെ ഫാദർ ഈസ് ഫൈൻ. ഇരിക്കൂ. ഇനി ഫാദറിന്റെ നെഞ്ചുവേദന എന്തായാലും കുറയും, കാരണം ജാസ്മിന്റെ വെറുപ്പിക്കൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലോ. ഡേറ്റ് പറയുമ്പോ ചെന്നാ മതി എന്ന് പറഞ്ഞു. പൊന്നിലാലേട്ടൻ മതി, നീ അത് ന്യായീകരിച്ച് കൊളവാക്കണ്ട. കേട്ടോ ബെറ്റർ. ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ. ഒരു ബ്ലോക്ക് അല്ല മോളെ, വരുന്ന വഴിക്ക് 2-3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചെന്നൈ ആയതുകൊണ്ട് ബ്ലോക്കിന് ഇത്തിരി കുറവുണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതല്ലേ എന്താ സംഭവിച്ചെന്ന്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വാ, ഇവിടെ കൊടുക്കാം. അതും വേറൊരാളെടുത്ത് കഴിച്ച സമയത്തും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് ഇവള് അത് കഴിഞ്ഞ് ഐസ്ക്രീം എടുത്തതിന് അടിയായ കാര്യം ലാലേട്ടൻ ചോദിക്കുകയാണ്, കേട്ടിട്ട് വരാം. ഞാനിവിടെ വന്ന് പറഞ്ഞു ഇനി ഇരിക്കുന്ന വാനിലെ ടബ് പൊട്ടിക്കാതെ. ജാസ്മിൻ നീ എന്തിനാടാ നീ എന്നെ തിരികെ വലിച്ചേക്കണേ? പിന്നെ ജാനാണെങ്കിലും അപ്സെറ്റ് ആറ്റുന്നുണ്ടല്ലോ. അയ്യോ എന്തിനാ എന്റെ അടുത്തേന്നല്ല അവൻ പറഞ്ഞത്. ഗബ്രിയെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള ജാസ്മിൻ എത്തിയിട്ടുണ്ട്. ലാലേട്ടനോട് സംസാരിക്കുമ്പോഴേ അവന് നോർമൽ ടോണേ ഇങ്ങനെ. എന്തിനാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ? എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ചേച്ചിക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ഞാൻ പൊട്ടിത്തെറിക്കും. എന്നാലും ചേച്ചി ഭയങ്കര. ഞാൻ അവിടെയും ഗബ്രിയെ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ ഗബ്രിനെ ന്യായീകരിച്ചിട്ടില്ലേ? ശരി ഞാൻ പറഞ്ഞോളൂ. റോക്കി ഇത് എന്താണ് ശരിക്കും ഇവര്? അപ്പൊ റോക്കി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കാനായിട്ട് ലാലേട്ടൻ റോക്കിനോട് ചോദിച്ചു. അപ്പൊ റോക്കി ഈ ഐസ്ക്രീം വിഷയം ഈ താക്കോൽ വിഷയമായിട്ട് ബന്ധമുണ്ട് ലാലേട്ടാ? ആണോ? ഒരു ഇതിനെല്ലാം ബന്ധമുണ്ടോ? ഗബ്രി ജാസ്മിൻ ഒന്നാണോ അതോ അവർ രണ്ടുപേരും രണ്ടാണോ? റോക്കി ഇന്ന് മൊത്തം 5 ഡയലോഗാണ്. കാര്യം ഗബ്രി എന്തെങ്കിലും ഓഡിയൻസ് കൈയടിക്കുന്നു റോക്കിയുടെ ഡയലോഗിന്. എന്റെ വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ടുണ്ട് ബാങ്കിൽ, പക്ഷെ മറ്റേ റോക്കി മാൻഷന്റെ ആധാരമാണോ പണയം വെച്ചേ? എന്റെ അഭിമാനം പണയം വെച്ചിട്ടില്ല ലാലേട്ടാ. റോക്കി മാസ് ഔട്ടായി പോകും, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ എന്തോ അത് നടന്നില്ല.
എന്റെ പൊന്നു റോക്കി പരാതി പറയണ്ട, അതൊക്കെ ചെയ്യും. അത് ഗെയിമിന്റെ ഭാഗമാണ്. നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം. അവിടെ ആ കോർണറിൽ സ്കീ ഐസ്ക്രീമിന്റെ സോഫയിൽ അവിടെ ഇരുന്നത്. അത് ഗബ്രി പറഞ്ഞത് ശരിയാണ്. ജാസ്മിനും ഗബ്രി ആ സോഫയിൽ എനിക്കാറില്ല. അപ്പൊ റോക്കി തന്നെയായിരിക്കും സെക്കൻഡ് വന്നിരുന്നുണ്ടാവുക. അതിനുശേഷമാണ് റോക്കി വന്നത്. അത് ശരിയായിരിക്കും. റോക്കിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. ഗബ്രി ഞങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ ആളെ ട്രിഗറേ ചെയ്തില്ല. ശരിക്കും റോക്കി ഒന്ന് പ്രൊവോക്ക് ചെയ്യണം. ഗബ്രി ഉന്നം വെച്ചറിഞ്ഞെന്ന് പറഞ്ഞപ്പോഴും അതും എനിക്ക് ദേഷ്യമായിരിക്കാം. അപ്പോഴേക്കും ജാസ്മിനോട് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കാൻ. ആരെ എറിഞ്ഞോ? നിങ്ങളെ എറിഞ്ഞോ? എന്നെ എറിഞ്ഞില്ലല്ലോ ചേട്ടാ. ഇവനെ എറിഞ്ഞാലും എനിക്ക് വേദന എടുക്കുമല്ലോ. എന്നെ എറിഞ്ഞില്ല ഇവനെ. അയാൾ എറിഞ്ഞാ അതിന്. അത് സ്പോഞ്ച് ബോർഡ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഉന്നം വെച്ചിട്ട് അവൻ പറയുന്ന സ്ഥലത്ത് എറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ഒളിമ്പിക്സിനും പോയെന്നാണ് കേട്ടോ. എന്നപ്പോ ഇയാൾ വന്ന് ഉപദ്രവിച്ചു എന്നാണോ അതിന്റെ അർത്ഥം? ഒന്നാ പുള്ളിയെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തില്ല? ട്രിഗർ ചെയ്തില്ല, പക്ഷെ ഇറിറ്റേറ്റ് ചെയ്തു. കൂടെ ആണോ? എന്താണ് നടന്നെന്ന് കാണണോ? അത് വേണമെന്നില്ല, വേണ്ടത്. ഓ കാണാൻ എന്താ ഇൻട്രസ്റ്റ്. ലാലേട്ടാ എനിക്ക് മനസ്സിലായി. പ്രൊവോക്ക് ചെയ്തില്ലെന്നാണോ പറയുന്നത്? എന്താ ചെയ്തില്ലാന്ന് ഞാൻ പറഞ്ഞില്ല ചേട്ടാ. ചേട്ടൻ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് ജാസ്മിനാണ്. ഇവൻ ഈ ജാസ്മിനെ ഗബ്രിനെ കുറ്റം പറഞ്ഞ ഓഡിയൻസ് കൈയടിക്കും. ജാസ്മിന് പറ്റിയാൽ പോലും ഒരുമിച്ചാണ്. മതി മതി, നീ പറഞ്ഞത് മതി, അവിടെ ഇരുന്നോ. ഒരു ദിവസം കൊണ്ട് ഇത്രയും ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആവത്തില്ല. ഇനി അത് ശരണ്യ ചേച്ചി പറഞ്ഞത് തെറ്റാട്ടാ. 5 മിനിറ്റ് സംസാരിച്ച പ്രേമം തോന്നുന്ന ആൾക്കാരെ എനിക്കറിയാം. ആരാത്? ഞാൻ തന്നെയാ. എന്താണ് സുരേഷ്? ശരണ്യ പറഞ്ഞ ശേഷം സുരേഷ് എന്നോട് ചോദിച്ചു ലാലിട്ട്. അവര് രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ആണ്. കൂടെ കളിക്കിന്റെ കൂടെ കളിക്കിന്റെ. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ഹി വാസ് ആൻ ഓക്കേ പേഴ്സൺ ആയിരുന്നു. ഋഷി പറയടാ. ഇവര് ഒരുമിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ടോക്ക് ഉണ്ടായി. ഋഷി പറഞ്ഞു വരുന്നത് ഗബ്രീനെ വഴി തെറ്റിച്ചത് ജാസ്മിൻ ആണെന്നല്ലേ? ഇടപെടുന്നില്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? കാരണം അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. ജാസ്മിൻ ഇനി ഇതും എന്റെ തലയിലാവൂലോ? അവർക്ക് സമയമില്ലായ്മയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് 2 മൂലകളുണ്ട്. ഈ മൂലക്ക് കാണും. സിജോ പറ സിജോ, ജാസ്മിനെ ഗബ്രീനെ പറ്റി എന്താ അഭിപ്രായം? ഒരു 2 വാഴ വെച്ചിരിക്കുന്നതിന്റെ ആ ഒരു മൂലക്ക് കാണും. അതെന്താ സിജോ നീ 2 വാഴ എടുത്തു പറയാൻ കാരണം? പിന്നെ ഞാൻ വിട്ടു. ശ്രീതു അവരുടെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. നമ്മൾ പറയേണ്ടത് പറയാ. എനിക്ക് നാണോ. പക്ഷെ അത് ഫുള്ള് അവര് നെഗറ്റീവ് സെൻസിലാണ് എടുക്കുന്നത്. അവരെങ്ങനെയെങ്കിലും എടുക്കട്ടെ, നമ്മൾ അതിൽ ഇടപെടാൻ പോകണ്ട. സത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇവളെ ഒരു പ്രാവശ്യം മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം മുമ്പ് കണ്ടിട്ടില്ലേ? ശേഷം 2 പേരെ മാത്രം കോർണർ ചെയ്ത് അങ്ങനെ ഈ ഗബ്രീനോടും ജാസ്മിനോടും അവരോടും ഇവരോടും ഒക്കെ ചോദിച്ച് ലാസ്റ്റ് റസ്മിനിലെത്തി. അടുത്ത് പോയി മിണ്ടും. ഞാൻ ഒരാളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോവാറില്ല. എല്ലാവരും അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? കേൾക്കാനും നമ്മുടെ കാര്യങ്ങളും സങ്കടമൊക്കെ കേൾക്കാനും ഒരാളുണ്ടാവും. നമുക്ക് അവരായിട്ട് ഒരു കണക്ഷൻ വരും. കണക്ഷൻ കിട്ടി. ഈ 5Gയുടെ കാലത്ത് അവർക്കൊരു 3G കണക്ഷനെ കിട്ടിയെന്നുള്ളൂ. മാത്രം പോയി സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എനിക്കറിയില്ല. രശ്മിൻ ഡബിൾ സ്റ്റാൻഡിന്റെ ആളാണ്. ലാലേട്ടൻ നേരത്തെ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ അവൾ കൈ പൊക്കിയില്ല. ഇപ്പൊ അവർക്കെതിരെ ഡയലോഗ് അടിക്കും. എന്താണ് റോക്കി? പിന്നെ റോക്കി ഇന്ന് റോക്കി എന്നെ താരം. രണ്ടുപേരും തമ്മിലൊരു വൈബ് ഉണ്ട്. എന്നുവെച്ചാല് ചതി, വഞ്ചന, നിലപാടില്ലായ്മ. ഇയാൾക്ക് മാത്രം എവിടെ നിന്ന് കിട്ടുന്ന ഇത്ര വെച്ച് മലയാളത്തിലെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ. അതുപോലെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ കറിവേപ്പില പോലെ എടുത്തെറിയുക. ഡയറക്ടർ മമ്മൂട്ടി സാർ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുകയും പിന്നെ സ്നേഹിച്ചുകൊണ്ട് ചതിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി മിടുക്കിയാണ്. അതുകൊണ്ട് ഞാൻ അത് മാത്രമല്ല, എനിക്ക് ഇവരെ പബ്ലിക് ബിഹേവിയർ, ഞാൻ സദാചാരം പറയൊന്നുമല്ല. എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഫൻസിബ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും മറ്റുള്ളവർ ഇരിക്കണമെന്ന് നോക്കൂല, അവർക്ക് ഒരു സഭ്യതയില്ല എന്നുള്ള രീതിയിലാണ് അൻസിബ സംസാരിച്ചത്. അത് നമ്മുടെ രശ്മിൻ ബായിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു സൈഡിൽ കൈപിടിച്ച് ഇരുന്നോണ്ടോ അല്ലെങ്കിൽ തോളത്ത് കിടന്നോണ്ടോ അവര് വേറൊരു രീതിയിൽ പോകുന്നതായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അത് ശരിയാ രശ്മിൻ ബായി. ഒരു സൈഡിൽ കൈ പിടിച്ചിരിക്കുക, കൈ ചപ്പ, ഉമ്മ വെക്കുക, എന്നിട്ട് ഫ്രണ്ടാന്ന് പറയുക എന്നുള്ളതൊക്കെ നല്ല മാന്യതയുള്ള പരിപാടിയാണ്. ഒരു പഞ്ചിങ് ബാഗ് വെക്കാം. അപ്പൊ ഈ റോക്കി പഞ്ച് ചെയ്തതിൽ നിന്നും ലാലേട്ടന് ഒരു ഐഡിയ കിട്ടി. എല്ലാവർക്കും ഒരു പഞ്ച് ബാഗ് അവിടെ കൊടുക്കാം, എന്നിട്ട് അവിടെ കുറെ ഫോട്ടോസും വെക്കാം. ആ ഫോട്ടോ എടുത്ത് വെച്ച് ഇടിക്കാം. അവിടെ അടുത്ത് കുറച്ച് ഫോട്ടോസും വെക്കാം ഓരോരുത്തരുടെ. അതെടുത്ത് ഒട്ടിച്ച് വെച്ച് ഇടിച്ചോ. അപ്പൊ റോക്കി ആ ജാസ്മിന്റെ ഗബ്രിയുടെ ഫോട്ടോ ഇത്തിരി കൂടുതൽ വെച്ച. പിന്നെ ഒരു കാര്യം, ഒരു ആക്ട് ചെയ്യണേ അത് ഫുൾഫിൽ ചെയ്യണം. അങ്ങനെ നിയമം ലംഘിച്ച റോക്കിക്ക് ഡയറക്ട് നോമിനേഷൻ കൊടുത്തു അടുത്ത ആഴ്ചത്തേക്ക്. അത് കഴിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ഒരുത്തിനെ ഇടിക്കുന്നവനെ ഇടിക്കണം. അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ എന്തായാലും റോക്കി ഞാൻ ചമ്മി. ഞാനങ്ങനെ ചെയ്യും. ബിഗ് ബോസ്
ഞാനും ചെയ്യില്ല ലാലേട്ടാ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേസ് വരില്ലേ? ബോസ് ഇവിടെ ആയതുകൊണ്ട് എന്താ റോക്കി എന്തൊക്കെയാണ് ജിൻഡോ കാണിക്കുന്നത്? ഇനി ലാലേട്ടൻ നമ്മുടെ ജിൻഡോ ചേട്ടനെ വിളിക്കുകയാണ്. പക്ഷെ ഭയങ്കര വേറെ ഒരുപാട് കാര്യങ്ങൾ കളിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ജിൻഡോ ചേട്ടൻ അതപ്പോ കണ്ടതും ഞാൻ ഇവിടെ കളിക്കാറില്ല. മറ്റേ മമ്മൂട്ടിയുടെ പടത്തിൽ പാടിയ പോലെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങളല്ലേ എന്ന് പറഞ്ഞ പോലെ നാം ജിൻഡോ ചേട്ടൻ ഈയിടെയായിട്ട് നല്ല നല്ല സാഹിത്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 9 രസങ്ങൾ കേക്കട്ടെ? അപ്സര, കരുണ, അറിയില്ല ലാലേട്ടാ. രൗദ്രം അത്രേ ഉള്ളൂ. ലാലേട്ടൻ ഡാൻസ് കളിക്കാൻ അറിയാന്ന് പറഞ്ഞിട്ടാണ് ഇവളോട് ചോദിച്ചത്. അപ്പൊ ഇവർക്ക് പറഞ്ഞോടെ, ഇനിയിപ്പൊ ആരോട് ചോദിക്കും? ശ്രീതു കിട്ടിയില്ല. എന്താണ് രസങ്ങൾ? ശ്രീതു ശ്രീതു പറ ശ്രീതു. ഞാൻ എനിക്കറിഞ്ഞ രസങ്ങൾ ഞാൻ പറയാം. ലാലേട്ടൻ ഐശ്വര്യ ആ ഒരു രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം പറയാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം, ഒരു തക്കാളി ഇടാം, പിന്നെ കായവും കുരുമുളകും ചേർക്കണം. തണ്ണീർ ചോറിൽ ഇങ്ങനെ ഊത്തി. അല്ല അന്ന രസമില്ല. ഇവള് സാമ്പാർ ഉണ്ടാക്കണ കാര്യമാണ് പറയണത്. ഞാൻ ഇവിടെ കണ്ട രസങ്ങൾ അതല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞ. ലാലേട്ടൻ ശ്രീതുവിനെ ചീത്ത പറയരുത്. ശ്രീതു പറയും. ശ്രീതു പറ. പിന്നെ സിംഗാരം ഇവർ പറഞ്ഞ പോലെ. സിംഗാരം. ശ്രീതു നീ ഉള്ള വില കളഞ്ഞ എന്റെ അടുത്ത്. ഇംപ്രഷൻ പോയി. പക്ഷെ പഠിക്കുന്ന ആൾക്കല്ലേ ശ്രീരേഖ, അറിയില്ല. ലാലേട്ടൻ ഈ നവരസങ്ങൾ ഏതാന്ന് പോലും ഇതിന്റെ ഉള്ളിൽ ഒറ്റെണ്ണത്തിന് ബോധമില്ലേ? ഞാൻ ആരോട് ചോദിക്കും? ശ്രീരേഖ നീ പറഞ്ഞേ. കരുണം, ശാന്തം, അത്ഭുതം, ശാന്തം. അപ്പൊ 2 ശാന്തം. എന്തുണ്ടോ അശാന്തം എന്നായിരിക്കും. അശാന്തം അശാന്തം എന്നൊക്കെ. അശാന്തം ഉണ്ടോ? ഇത് പണ്ട് നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കില്ലേ? ഓരോരുത്തരെ പൊക്കും. ആദ്യം ഒരാളെ പൊക്കി, രണ്ടാമത് ഒരാളെ പൊക്കി, ആർക്കും കിട്ടിയില്ല. ഇതൊക്കെ ഇവിടെ ചെയ്യുന്ന ഒരാളുണ്ട്, കാണണോ? ഇതെനിക്കുള്ള പണിയാ. ജിൻഡോ ചേട്ടൻ ഇത് ഞാൻ തന്നെയല്ലേ? ഇറങ്ങി ഓടിയാടാ. ജാൻമണി ഏതാ ഇഷ്ടം? ചിരിച്ച് ചിരിച്ച് വരിക. എനിക്ക് എല്ലാം ഇഷ്ടം. ജിൻഡോ ചേട്ടൻ പുല്ല് എന്ന് എനിക്കുള്ള പണി. എനിക്ക് എന്താ ഇഷ്ടമല്ലാട്ടോ. ഒന്ന് 2 ശൃംഗാരം ഒന്ന് കാണിക്കോ? ശൃംഗാരം എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റില്ല. എനിക്ക് നാണോ. അയ്യോ വരില്ല, അങ്ങനെ വരില്ല. അങ്ങനെ ജിൻഡോ ചേട്ടന് ഭാവം കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഗുരുവിനെ കൊടുത്തു. അതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ. ഇവരെന്താ കാണിക്കണേന്ന് നമുക്ക് നോക്കാം. ഇതെന്ത് ശൃംഗാരം? ഈ ശൃംഗാരം കൊടുക്കാൻ പറ്റിയ യോഗ്യത ഉള്ള ആരും ഇല്ല എനിക്ക്. അത് ജിൻഡോ ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ശ്രീധുന് കൊടുക്കാം. ശ്രീധുന് കൊടുക്കണ്ടോ? ഇവിടെ വന്ന് നോക്കൂ, അടുത്ത് പോ. അടുത്ത് നോക്കൂ. അടുത്ത് പോകണ്ട ശ്രീധു, അടുത്ത് പോകണ്ട. ഒത്തിരി ഗ്യാപ്പ് ഇട്ടുന്നാ മതി. ഞാൻ പോസിറ്റീവ് ആണ്. നോക്കട്ടെ, എന്താ നോക്കൂ. കാണുമ്പോഴാ ഇതല്ലേ? അതല്ലെങ്കിൽ അതൊക്കെ മതി. എനിക്ക് ഇഷ്ടമായി. ഇത് കാണിച്ചതുപോലെ ജിൻഡോ ചേട്ടൻ കാണിക്കാൻ വരാട്ടാ. മറ്റേ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാൻ ക്രീം ഇടുന്ന പറഞ്ഞിട്ടില്ല. ഇതെവിടെ കുളിച്ച് എവിടെയോ പോവാൻ പോവാണ? നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഓവർ സ്മാർട്ട് കാണിക്കാൻ വേണ്ട ഒരു കുട്ടി ഉണ്ടാവും. എടാ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ടീച്ചർ പറയും. നീ വന്ന് ചെയ്യുന്ന അതേപോലെയാണ് ജാൻമണി. അപ്പൊ ജാൻമണി പോയി കാണിച്ചു കൊടുക്കും. ജാൻമണി രാജന്റെ ആയിരുന്നില്ല ജിൻഡോ ചേട്ടൻ. ഇങ്ങനെയായിരുന്നല്ലേ? ഇതൊക്കെ ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ അല്ലേ? ഞാനിപ്പോ കാണിച്ചു തരാം ലാലേട്ടാ. നവരസങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ചേട്ടൻ അത് കഴിഞ്ഞ് അപ്സരേനെ വിളിച്ചു. അപ്സര കാണിക്കും, നമുക്ക് നോക്കാം. അതിനുമുമ്പ് ലാലേട്ടൻ പറഞ്ഞു അപ്സരെ നവരസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വെച്ച് മാത്രം കാണിക്കുന്നതാണ് അപ്സര. ലാലേട്ടൻ ബി ലൈക്ക് ഞാൻ ഇതാരോട് പറയാൻ? മനസ്സിലായോ ജിൻഡോ ചേട്ടൻ? എനിക്ക് മനസ്സിലായി ലാലേട്ടാ. ഇപ്പൊ കാണിച്ചു തരാം. ഇയാൾ എന്നെ എവിടെ വിളിക്കണ മാതിരി ഇങ്ങനെ. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള രസം? ഇപ്പൊ ലാലേട്ടന് മനസ്സിലായി ജിൻഡോ ചേട്ടന് ശൃംഗാരം കാണിക്കാൻ പറ്റില്ല. അപ്പൊ ലാലേട്ടൻ തന്നെ ചോദിക്കാണ് ജിൻഡോന് ഇഷ്ടമുള്ള രസം ഏതാ? അത് കാണിക്കും. രൗദ്രം. രൗദ്രമാണോ? ദേഷ്യമാണോ? ദേഷ്യം. പറഞ്ഞു ദേഷ്യം. ഓക്കെ, ദേഷ്യം കാണിക്കുന്ന. പക്ഷെ ജിൻഡോ ചേട്ടൻ ക്യാരക്ടറിൽ നിന്ന് വിടില്ല. പുള്ളി ദേഷ്യത്തിൽ തന്നെ നിൽക്കാം.
ഓക്കെ കുറച്ച് ലാലേട്ടൻ എന്തായാലും ഇത്ര രസം കാണിച്ചില്ലേ, നമുക്ക് ശാന്തം കൂടി കണ്ടിട്ട് പോവാം. ശാന്തം കൂടെ കണ്ടിട്ട് വാ. ശരിക്കും കണ്ണ് രണ്ട് മുകളിലോട്ട് കൊണ്ടുപോകും. അതിന് അവസാനം വേറൊരു വഴിയില്ലാണ്ട് ലാലേട്ടൻ തന്നെ ജിൻഡോ ചേട്ടന് ശാന്തം പറഞ്ഞു കൊടുത്തു. നമുക്ക് നോക്കാം. ആയിട്ട് ചിരിക്കൂ. ആ ഇതാണ് ശാന്തം. എന്നോട്ട് വല്ലാത്ത ശാന്തം തന്നെയായിരുന്നു. ശരി, ഓക്കെ, ഇരിക്കാം. അപ്സര അത് പഠിപ്പിച്ച് ജിൻഡോയെ കൊണ്ട് ഞങ്ങൾ കളിപ്പിച്ച് കാണിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ജിൻഡോ ചേട്ടനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അപ്സരേനെ ഏൽപ്പിച്ചു. അപ്പൊ ലാലേട്ടൻ ഒരു സജഷൻ വെച്ചു, എന്താ നോക്കാം. കുറച്ച് മോഹിനിയാട്ടം കൂടെ വേണേ മിക്സ് ചെയ്തോ. മോഹിനിയാട്ടം ലാലേട്ടാ, ഇത് സീനാവും. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. ആണുങ്ങള് മോഹിനിയാട്ടം കളിക്കുന്നത് ഈ ചേച്ചിക്ക് ഇഷ്ടമല്ല. ഒന്ന് കൈയടിച്ചോളൂ ഇവരെ. കഴിഞ്ഞ എപ്പിസോഡില് ജിൻഡോ ചേട്ടനെ കളിയാക്കി അതേ ലാലേട്ടൻ ഈ എപ്പിസോഡില് ജിൻഡോ ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐസ്ക്രീം നിന്നില്ല മറ്റേന്നൊക്കെ പറയുന്ന സമയത്ത് ഇദ്ദേഹം അകത്ത് പോയി. ലാലേട്ടാ, അത് ലാലേട്ട പുള്ളി അല്ലെങ്കിൽ അങ്ങനെയാ, ഫീൽ ഗുഡിന്റെ ആളാ. അത് കഴിഞ്ഞ എലിമിനേഷൻ ആയിരുന്നു. എലിമിനേഷനിൽ നിഷാന ഔട്ടായി. ജാൻമോണിക്കാണെങ്കിൽ ഒടുക്കത്തെ വിഷമം. പൊന്നു ജാൻമോണി, നിങ്ങളുടെ പവർ ഹൗസിൽ നിങ്ങൾ എന്നെ റാങ്ക് ചെയ്തിട്ടല്ലേ നിഷാനെ പുറത്താക്കിയേ? എന്നിട്ട് ഇരുന്ന് കരയണതിന് ആ ടൈമിൽ ഇറങ്ങായിരുന്നില്ലേ? അങ്ങനെ ജാസ്മിന്റെ കാര്യവും റോക്കിയുടെ കാര്യവും പിന്നെ നമ്മുടെ ജിൻഡോ ചേട്ടന്റെ കുറച്ച് തമാശയൊക്കെ കൂടി കണ്ട ശേഷം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 15 നാളെ കാണാം. അതുവരെ